ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. പുലർച്ചെയുള്ള ട്രെയിനിലാണ് യാത്ര. ഈ അണിഞ്ഞൊരുങ്ങി എല്ലാവരും എങ്ങോട്ടാണെന്നല്ലേ? ദേവൂന് ചോറൂണിനായി പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. കൊറോണ കാലത്ത് ജനിച്ചതുകൊണ്ട് ചെറുപ്പത്തിൽ നേർന്നിരുന്ന പല വഴിപാടുകളും നീണ്ടു പോയി. അതിലൊരു വഴിപാടാണ് മുത്തപ്പൻ്റെ അടുത്തുള്ള ചോറൂണ്. ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിച്ചത്. നല്ല മധുരമുള്ള പായസമാണ് ചോറിന് ഉണ്ടായിരുന്നത്. അത് കുറച്ച് അനുമോൾക്കും മൺകുട്ടിക്കും കൊടുത്തു. രാവിലെ ഞങ്ങൾ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. അച്ഛനും അമ്മയും ശ്രീകുട്ടനും ഒക്കെ കോഴിക്കോട്ടു നിന്നാണ് കൂടെ കൂടിയത്. മുത്തപ്പൻ്റെ അടുത്ത് തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ ചോറൂണിന് കയറിയത്. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ദേവി ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. മനുഷ്യരെ പോലെ തന്നെ മിണ്ടാപ്രാണികൾക്കും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ നായ കുറച്ചു നേരം വെള്ളത്തിലിറങ്ങിയിരുന്നത്. അമ്പലത്തിൽ നിന്നുള്ള ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബോട്ട് സർവീസ് എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ പോയത്. പറശ്ശിനിക്കടവിൽ 2 തരത്തിലുള്ള ബോട്ട് സർവീസ് ഉണ്ട്. ആദ്യത്തേത് 10 പേർക്ക് കയറാവുന്ന ഫാമിലി ബോട്ട് സർവീസാണ്. അരമണിക്കൂറിന് 500 രൂപയാണ് റേറ്റ്. ഹൗസ് ബോട്ട് പോലെയുള്ള വലിയ ബോട്ടിൽ ഒരാൾക്ക് 50 രൂപ റേറ്റിലാണ് രണ്ടാമത്തെ സർവീസ് ഉള്ളത്. ഇത് അരമണിക്കൂർ തന്നെയാണ് സർവീസ്. വളപട്ടണം പുഴയുടെ ഓളപ്പരപ്പിലൂടെ തെന്നി നീങ്ങാൻ നല്ല രസമായിരുന്നു. പുഴയുടെയും തിരകളുടെയും ഭംഗി ആസ്വദിച്ച് അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ക്ഷേത്രത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടാനായി ബോട്ടുകാരൻ സ്പീഡ് കുറച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അത് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഏപ്രിൽ മാസത്തെ ചൂടായതിനാൽ ബോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൂളാവാൻ എല്ലാവരും ഓരോ ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചു. പിള്ളേർ 3 ആളും സ്ട്രോബെറി ഫ്ലേവറാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ മറ്റു പല ഫ്ലേവറുകളാണ് ട്രൈ ചെയ്തത്. ഇറങ്ങാൻ നേരം തിരക്ക് കുറവായതിനാൽ ഒന്നുകൂടെ മുത്തപ്പനെ തൊഴുത് പ്രസാദം വാങ്ങിയിറങ്ങി. വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളുമാണ് മുത്തപ്പൻ്റെ പ്രസാദം. കൂടെ ചായയും ഉണ്ടായിരുന്നു. അതിനുശേഷം പിള്ളേർക്കുള്ള ടോയ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.